സത്യത്തിൽ വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് നമ്മളങ്ങനെ ജൈവിക രൂപമുള്ള മനുഷ്യബന്ധങ്ങളെ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് കാണേണ്ട കാര്യം. അവരുടെ സ്റ്റാഫിൽ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു, കാർഡിയാക് അറസ്റ്റാണ്. മരിച്ചെങ്കിൽ അതിൻ്റെ മറ്റ് ലീഗൽ മറ്റ് ഫോർമാലിറ്റീസ് പൂർത്തിയാക്കുക എന്നല്ലാതെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള റെപ്രസെൻറ്റേഷൻ അവിടെ ഉണ്ടാവുക, ആ കുടുംബത്തെ നേരിട്ട് വന്ന് ആശ്വസിപ്പിക്കുക പോലെയുള്ള മനുഷ്യ സഹജമായിട്ടുള്ള അത്തരം സംഗതികൾ കോർപ്പറേറ്റ് മേഖലയിൽ നിന്ന് നാം പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഇതിപ്പോൾ നമ്മൾ EY-യെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇന്ത്യയിൽ ആകമാനം കോർപ്പറേറ്റ് സെക്ടറിൽ മനുഷ്യർ അനുഭവിക്കുന്ന വലിയ ജോലി ഭാരത്തേക്കുള്ള സ്റ്റഡി റിപ്പോർട്ട്സ് നമുക്ക് വായിക്കാൻ പറ്റും. അതായത് ഇപ്പം ആദിത്യ ബിർള ഗ്രൂപ്പ് ഒരു കമ്പനിയുമായി ഒരു അസോസിയേഷനുമായി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഏജൻസിയുമായി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ അവർ പറയുന്നത് 88% ആളുകൾ ഇന്ത്യയിൽ കോർപ്പറേറ്റ് മേഖലയിൽ കടുത്ത സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നാണ്. അതിൽ തന്നെ 48% ഓഫ് ആളുകൾക്ക് കാര്യമായ മാനസിക പ്രശ്നം അവർ നേരിടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭീകരമായ ഡെഡ് ലൈനുകളുണ്ട്, അതിസമ്മർദ്ദമുണ്ട്, ഈ പറയുന്ന പിന്നെ ഈ കോർപ്പറേറ്റ് മേഖല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ സാഹചര്യം എടുത്താൽ ആളുകൾ വലിയൊരു സ്വപ്നമാണ് കോർപ്പറേറ്റ് മേഖലയിൽ വലിയ ജോലി. പുറത്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സംഗതിയാണല്ലോ, IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഏണസ്റ്റാനിയെങ്കിലും ജോലി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രിവിലേജാണ് സമൂഹത്തിൽ. പക്ഷേ അതിനകത്ത് ഭീകരമായ സമ്മർദ്ദത്തെ അവരനുഭവിക്കുന്നുണ്ട്. ആ സമ്മർദ്ദത്തിൽ അവർക്ക് പുറത്തു വരാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ സോഷ്യൽ സ്റ്റാറ്റസ്, ഇത്രയും കാലം തൻ്റെ പേരൻസ് ഇൻവെസ്റ്റ് ചെയ്തത്, അവരുടെ സ്വപ്നങ്ങൾ, ഞാൻ ഇത് കളഞ്ഞിട്ട് പോയാൽ ഈ അസൈൻമെൻറ്റിനോട് എന്തെങ്കിലും നോ പറഞ്ഞാൽ എനിക്ക് ഞാൻ ഫയർ ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള ഭയം. പിന്നെ ഈ കോർപ്പറേറ്റ് ഗോവണികൾ എന്ന് പറയുന്ന മുകളിലേക്ക് കയറാൻ പലതരത്തിലുള്ള കോംപ്രമൈസ് മീൻസ് ഈ ജോലികൾ മൊത്തം എടുക്കുക, അധികമായി ജോലി ചെയ്യുക, എപ്പോഴും ഈ പറയുന്ന സീനിയേഴ്സുമായിട്ടുള്ള അവരെ പ്ലീസ് ചെയ്യിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദം അതിനകത്തുണ്ട്. അത് ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖല ഗുരുതരമായി അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണെന്ന് നിരവധിയായ സ്റ്റഡി റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. എന്നാൽ അത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമാണെന്ന് ചോദിച്ചാലല്ല, ലോകത്താകമാനം. ഇപ്പോൾ അമേരിക്കയിലെ ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് $300 ബില്യൺ നഷ്ടം പ്രതിവർഷം ആളുകൾക്കുണ്ടാകുന്ന ആരോഗ്യ നഷ്ടം മൂലം ടോട്ടൽ എക്കണോമിക്ക് ഉണ്ടാകുന്നുണ്ടെന്നാണ്. അത്രയും പ്രഷർ ആളുകൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ. കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് റിസൾട്ട് മാത്രമാണ് വേണ്ടത്. മനുഷ്യർ ശരിയാണ്, അവരുടെ HR പോളിസിയിൽ അവർ വളരെ വലിയ വാചകങ്ങൾ എഴുതി വയ്ക്കും. അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള മറുപടിയിലും ഞങ്ങൾ തുടർന്നങ്ങോട്ട് ഞങ്ങളുടെ തൊഴിലാളികളെ സ്നേഹിക്കാനും പരിപാലിക്കാനും പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള വാചകങ്ങൾ എഴുതി വെക്കും. പക്ഷേ ആഫ്റ്റർ ഓൾ ഇതൊന്നും അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല, അതൊന്നും അവരുടെ വിഷയവുമല്ല. അവരെ സംബന്ധിച്ച് ഈ ആഗ്രഹവുമായി ഈ ജോലി അന്വേഷിച്ച് വരുന്ന 10,000-കണക്കിന് ആളുകൾ അവരുടെ ക്യൂവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകളുടെ ഒരു വെൽനസ് അവരുടെ ഒരു വിഷയമായിട്ട് വരുന്നില്ല. ലാഭം മാത്രമാണ് കോർപ്പറേറ്റ് മേഖലയുടെ എപ്പോഴത്തെയും വലിയ കുതി. അപ്പോൾ അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് ആരാണ്? നമ്മുടെ സ്റ്റേറ്റാണ്, ഭരണകൂടമാണ്. ഭരണകൂടത്തിനാണ് മനുഷ്യൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം. നമ്മളോട് ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ്, കമ്പനികൾക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആളുകളുടെ ജോലി ഭാരം കുറയ്ക്കാനും ആരോഗ്യകരമായ തൊഴിൽ സാഹചര്യം നിലനിർത്താനും ഈ ഒരു തലമുറയും കൂടി ഇല്ലാണ്ടായി കളയാണല്ലോ, ആ തലമുറയെ ഹെൽത്തിയാക്കി നിലനിർത്താനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്. അപ്പോൾ അതിനൊപ്പിച്ചുള്ള പുതിയ തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കാൻ നിയമപരമായും രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെയൊക്കെ ഭരണകൂടം തയ്യാറാവുക എന്നാണ്. കോർപ്പറേറ്റുകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന അത്തരം പോളിസികളുമായി വളരെ കർശനമായ നടപടികളുമായി ഭരണകൂടം വരുമെന്നുള്ള നിരാശാജനകമായ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതിനകത്ത് പുതിയ കാലത്ത് കമ്പനികളും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ആരോഗ്യമുള്ള തലമുറ, ഹാപ്പിയായ തലമുറയ്ക്ക് മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കുന്ന കമ്പനികൾ ലോകത്തുണ്ട്. തൊഴിലാളിയുടെ സമാധാനവും സന്തോഷവും വളരെ പ്രധാനമാണെന്നും അതിനുവേണ്ടി കൂടുതൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവരെ ആ നിലയ്ക്ക് കയറുകയും ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. കാരണം ആത്യന്തികമായി റിസൾട്ട് എന്ന് പറഞ്ഞാൽ തൊഴിലാളിയുടെ സന്തോഷവും സമാധാനമാണ്. അപ്പോൾ അത് ചെയ്യുന്നവരുണ്ട്. ഇന്ത്യയിൽ കമ്പനികൾക്കാണ് ഒരുപക്ഷെ, ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് ഈ തരത്തിലുള്ള പലതരം കുഴപ്പങ്ങൾ ആരോപിക്കപ്പെടുന്നു. അത് പരിഹരിക്കാൻ കഴിയട്ടെ. ഇപ്പോൾ ഇവരുടെ വാഗ്ദാനം അവർ നിറവേറട്ടെ. അതർവൈസ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനകത്ത് അന്വേഷിക്കുന്നുണ്ടല്ലോ, അവർക്കൊരു പ്രോപ്പർ മോണിറ്ററിങ് ഉറപ്പാക്കാൻ പറ്റട്ടെ എന്നാണ് നമുക്ക് ആത്യന്തികമായി പറയാനുള്ളത്. അതിൽ പിന്നെ നിഷാദ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അതായത് നല്ല വർക്ക് എൻവയോൺമെൻറ്റുള്ള കമ്പനികളുണ്ട്, പക്ഷേ പേയ്മെൻറ്റ് കുറവായിരിക്കും ചിലപ്പോൾ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഈ പുതിയ പ്രത്യേകിച്ച് ന്യൂ കമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതും, നല്ല വർക്ക് അന്തരീക്ഷമാണോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു എൻവയോൺമെൻറ്റിലോ കമ്പനിയാണോ, അതോ കൂടുതൽ LPA ഓഫർ ചെയ്യുന്ന കമ്പനിയാണോ, ഏതാണ് വേണ്ടതെന്നുള്ളത് കൺഫ്യൂഷനാണ്.